ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിതാ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ക്രാഫ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചാർട്ട് പേപ്പറിനെ 5 ഷീറ്റ് പേപ്പർ ആക്കി മാറ്റണേ. അതിനായിട്ട് നമ്മൾ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 21 സെൻറ്റിമീറ്റർ നീളവും 21 സെൻറ്റിമീറ്റർ വീതിയും എങ്ങനെയുള്ള 5 ഷീറ്റ് പേപ്പർ ആട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാനിതാ 5 ഷീറ്റ് പേപ്പർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു ഷീറ്റ് പേപ്പർ എടുക്കാം. ഇനി ഈ ഷീറ്റ് പേപ്പറിനെ കോർണർ ടു കോർണർ ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നഖം വെച്ചൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ, അതിന് നിവർത്തിയതിന് ശേഷം മുകളിൽ നിന്ന് താഴെ ഭാഗത്തേക്കൊന്നതാ ഇതേപോലെ ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടിട്ട് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ 5 ഷീറ്റ് പേപ്പറാണല്ലോ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നിവർത്തിയതിന് ശേഷം ഒരു ഭാഗത്ത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ, കുറേശ്ശായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. കണ്ടല്ലോ, ഇതുപോലാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടിക്കുമ്പോൾ താഴെ ഭാഗം ഒട്ടിപ്പോവരുത് കേട്ടോ, ഫുള്ളായിട്ട് അങ്ങനെ ഒട്ടിപ്പോവരുത്. ആ ഫ്രണ്ടിലുള്ള ആ പീസ് മാത്രം അങ്ങനെ ഒട്ടിച്ചാൽ മതി കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒട്ടിച്ചില്ലേ, ആ ഒട്ടിച്ചതിൻ്റെ അറ്റത്ത് നിന്ന് 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതിനുശേഷം 2 കോർണറിലേക്കും അത് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതേപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതേപോലെ കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കണം കേട്ടോ. ഇതാ കണ്ടല്ലോ, നമ്മൾ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ അറ്റത്ത് നിന്ന് തന്നെ 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ കോർണറിലേക്ക് വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ആ കോർണറിലേക്ക് വരച്ചു കൊടുത്തല്ലോ. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരച്ചെടുക്കണം കേട്ടോ. ആ ട്രയാങ്കിൾ വരയ്ക്കുന്നത് മിഡിലും ആ സെൻറ്ററിലും വരയ്ക്കണം, അതിൻ്റെ 2 കോർണറിലും വരയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയാണേ. അപ്പോൾ നമ്മൾ ആദ്യം 1 സെൻറ്റിമീറ്റർ വരച്ചില്ലേ, അതിനുശേഷമല്ലേ ട്രയാങ്കിൾ കട്ട് ചെയ്തത്. അപ്പോൾ ആ 1 സെൻറ്റിമീറ്റർ വരച്ചത് മുകളിലേക്കായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കണ്ടല്ലോ, ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടിയും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കേട്ടോ ബാക്കിയുള്ളതും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതാ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചെയ്ത് വെച്ചില്ലേ, ഈ ചെയ്ത് വെച്ചതിന് നമുക്ക് ഡിസൈൻ കൊടുക്കണം. അപ്പോൾ ഡിസൈൻ കൊടുക്കാനായിട്ട് നമ്മളിതാ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പേപ്പർ പഞ്ചിങ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഇല്ല എങ്കിൽ നമുക്ക് നീഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്ന് വെച്ചിട്ടോ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ ഹോൾ ഇട്ട് എടുക്കേണ്ടത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ആദ്യം നമുക്ക് ഈ ഡിസൈൻ തന്നെ നമുക്ക് ആദ്യം ഒന്ന് വരച്ചു കൊടുത്തിട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ വരച്ചൊന്നും കൊടുക്കുന്നില്ല. ഒരു കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് വരച്ചു കൊടുക്കാം. എല്ലാത്തിലും ഒന്ന് വരച്ചു കൊടുത്തിട്ട് ചെയ്താൽ നല്ല കറക്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് വരച്ചു കൊടുക്കാണ്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചു കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, നമ്മളെല്ലാം ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൾഡ് ചെയ്തതൊന്ന് നിവർത്തി വെക്കാം കേട്ടോ. ഇതാ കണ്ടല്ലോ, ഇതേപോലെ നിവർത്തി വെച്ചിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. താഴെ ഭാഗത്തേക്കായിട്ടാട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ താഴെ ഭാഗത്തേക്കായിട്ട് അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒട്ടിക്കുന്നത് കാണിക്കാം കേട്ടോ. ഇതാ ഇത് 2 ഇങ്ങനെയാണ് ഒട്ടിച്ചത്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഒട്ടിക്കുന്നത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ.
ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഇതാ ആ ഭാഗം താഴെ ഭാഗത്തേക്കായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും കൂടിയും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിച്ച് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ടാട്ടോ ഒട്ടിച്ചു കൊടുത്തത്. വീഡിയോ പകുതി ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവും നമ്മൾ സ്റ്റാറാണ് ചെയ്തതെന്ന്. ഇനി ഈ സ്റ്റാറിനെ തൂക്കിയിടാനായിട്ട് നമുക്കൊരു നൂല് വെക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു പീസ് ഇതേപോലത്തെ ചാർട്ട് പേപ്പർ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ കട്ട് ചെയ്തിട്ടുള്ളത് നൂല് എവിടെയാണോ വെക്കുന്നത് ആ ഭാഗത്ത്, അതിൻ്റെ താഴെ ഭാഗത്ത് ഉൾഭാഗത്തു നിന്നായിട്ട് ആ ചെറിയ പീസ് രണ്ട് ഭാഗത്തും കൂടെ ആയിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ചെറിയൊരു പീസ് മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഈ നൂലിൻ്റെ അറ്റത്ത് ഒരു കമ്പ്, ചെറിയൊരു ബാമ്പു സ്ക്വയർസോ അതേപോലത്തെ എന്തെങ്കിലും ചെറിയൊരു പീസ് കെട്ടി കൊടുക്കാം കേട്ടോ നൂലിൻ്റെ അറ്റത്ത്. ഇനി നമുക്കിത് സ്റ്റാറിലേക്കായിട്ട് വെച്ച് പിടിപ്പിക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചില്ലേ, അവിടെ ആണല്ലോ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തത്. ആ ഹോളിലൂടെ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതേപോലെ കേട്ടോ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ മറ്റൊരു സൈഡിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാട്ടോ ചെയ്യാൻ, നല്ല ഭംഗിയുള്ള സ്റ്റാർ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ബൾബൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലോ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഫോളോ ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവുമല്ലോ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.